ആകാശ എയർലൈൻസിൽ നെടുമ്പാശ്ശേരിയിലെത്തിയ യാത്രക്കാരന്റെ ബാഗിൽ നിന്നും 2 ലക്ഷത്തിലേറെ രൂപയുടെ വിദേശ കറൻസികൾ മോഷണം പോയതായി പരാതി. ആലുവ സ്വദേശി ഷഫീഖ് ഇസ്മായിലിന്റെ പണമാണ് നഷ്ടമായത്. 3.5 പതിറ്റാണ്ടിലേറെയായി തുരുത്തൂർ കല്ലേപ്പറമ്പിലെ ഈ സെന്റ് തോമസ് കപ്പേള സ്ഥാപിതമായിട്ട് അന്നു മുതൽ ഇന്നുവരെ എല്ലാ ദുഃഖാന തിരുനാളിനും ഇവിടെ ഒരുക്കുന്ന പായസം നേർച്ചയുടെ പ്രധാന ശില്പി ഔസോചേട്ടനാണ്. 2000 പേർക്കുള്ള പായസത്തിന്റെ ചട്ടകം ഇക്കുറിയും 90 പിന്നിട്ട ഔസോചേട്ടന്റെ കയ്യിലാണ്. വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിലെ സദ്യവട്ടങ്ങളുടെ ചുമതല ഏറ്റെടുത്തിരുന്നത് ഔസോചേട്ടനായിരുന്നു. പിന്നീട് എപ്പോഴോ അതിൽ നിന്നും പൂർണ്ണമായി വിട്ടകന്നപ്പോഴും ദുഃഖാന ദിനത്തിലെ പായസം നേർച്ചയുടെ നെടുനായകത്വം മറ്റാർക്കും വിട്ടു നൽകാൻ ഔസോചേട്ടൻ തയ്യാറല്ല. സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഒത്തുകൂടിയുള്ള ആഘോഷം കൂടിയാണ് ഇവിടത്തെ പായസമൊരുക്കൽ. എല്ലാത്തിനും കാരണവർ സ്ഥാനത്ത് ഔസോചേട്ടനുണ്ടാകും. ദൈവം കാത്താൽ അടുത്ത വർഷവും പായസമൊരുക്കാൻ താൻ ഉണ്ടാകുമെന്ന ആത്മവിശ്വാസമാണ് ഔസോചേട്ടന്റെ വാക്കുകളിൽ. ഇത് കല്ലേപ്പറമ്പ് കപ്പേള വന്ന് തുടങ്ങിയിട്ട് ഒരു 35-40 കൊല്ലത്തിന്റെ അടുത്തായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് മുതൽ ഈ സമയം വരെ ഈ പായസം ഉണ്ടാക്കുന്ന പണി ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. ഇത് ആദ്യമായിട്ട് തുടങ്ങിയത് മാത്തൂർ ചേട്ടന്റെ വീട്ടിലാണ് ഈ പണി തുടങ്ങിയത്. അത് നിസ്സാര സാധനങ്ങൾ കൊണ്ടുണ്ടാക്കി അവസാനിപ്പിക്കലായിരുന്നു. പിന്നീട് ഓരോ കൊല്ലം ചെല്ലും തോറും ഇത് കൂടി വന്ന് ഇന്നിപ്പോ ഈ നിലയിൽ എത്തി നിൽക്കുന്നുണ്ട്. പായസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഗോതമ്പിന്റെ പായസം അടുത്ത വർഷം ജീവനോടെ ഉണ്ടെങ്കിൽ ഉണ്ടാവും. വിശ്വാസ കൂട്ടായ്മയുടെ ആദരം ഇടവക വികാരി ഫാദർ ജോഷി മുട്ടിക്കൽ ഔസോചേട്ടന് നൽകാനും മറന്നില്ല. പ്രായം വെറും നമ്പർ മാത്രമെന്ന് നവതിയുടെ നിറവിലും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് തുരുത്തൂരിലെ ഈ കൈപുണ്യം. കപ്പേളയിലെ തിരുനാളിന് ആരംഭിച്ചന്ന് മുതൽ ഇന്ന് വരെ ഈ തിരുനാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേർച്ചപ്പായസം ഒരുക്കുക എന്നുള്ളത് ഔസോചേട്ടന്റെ നേതൃത്വത്തിലാണ്. ഇന്നിപ്പോ നോക്കിയാല് നമ്മളെക്കാളും ഏറ്റവും സ്ട്രോങ്ങും നമ്മളെക്കാളും ചെറുപ്പവും ഔസോചേട്ടൻ തന്നെയാണ്. ഇതിന്റെ മുന്നിൽ തീരുന്നവരെ നമ്മുടെ മുമ്പിലുണ്ട്. അത് കാര്യസ്ഥനായിട്ട്, ഒരു കാരണവരായിട്ട്, ഒരു ചെറുപ്പക്കാരനായിട്ട് ഉണ്ട്. അപ്പോൾ ഒരു ആദരവ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ഈ ഒരു തിരുനാളിന്റെ ഒരു ഭാഗം തന്നെയാണ്. ചരിത്ര പ്രസിദ്ധമായ തിരുത്തൂർ സെന്റ് തോമസ് ദേവാലയത്തിന് കീഴിൽ കല്ലേപ്പറമ്പ് 4 വഴിയിലുള്ള സെന്റ് തോമസിന്റെ നാമധേയത്തിലുള്ള കപ്പേളയിൽ ജൂലൈ 2ഉം 3ഉം ദുഃഖാന തിരുനാൾ കഴിഞ്ഞ 35 വർഷമായിട്ട് ആചരിച്ചു വരികയാണ്. 2-ാം തീയതി കൊടിയേറ്റം, 3-ാം തീയതി വൈകിട്ട് ദിവ്യബലിയും പ്രദക്ഷിണവും പായസം വിതരണവുമാണ് ഇവിടെ നടക്കുന്ന ചടങ്ങുകൾ. ഈ തിരുനാൾ ആരംഭിച്ച കാലം മുതൽ നമ്മളിവിടെ പായസ വിതരണം ഉണ്ടായിരുന്നു. അന്ന് മുതൽ നമ്മൾക്കിവിടെ പായസം തയ്യാറാക്കുന്നത് സ്നേഹമുള്ള ഔസോചേട്ടനാണ്. അദ്ദേഹത്തിന് ഇപ്പോ 90 വയസ്സിന് മേലെയായി. എന്നാലും ഒരു കൊച്ചുകുട്ടിയുടെ ആർജവത്തോടും ചുറുചുറുക്കോടും കൂടി തന്നെ അദ്ദേഹം രാവിലെ മുതൽ ഇവിടെ ഞങ്ങളെല്ലാവരോടും കൂടെ സഹകരിക്കുന്നതിനാണ്. അതെല്ലാ വർഷവും പ്രത്യേകിച്ച് നമ്മൾ അദ്ദേഹത്തോട് പറയുകയൊന്നും വേണ്ട, പറയാതെ തന്നെ അദ്ദേഹം ഇവിടെ എത്തിച്ചേരും ഔസോചേട്ടൻ. അതൊരു വലിയ ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്.